എല്ലാവർക്കും ലവ്ലി പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ് കേട്ടോ. ഞങ്ങൾ നമ്മുടെ എളാപ്പൻ്റെ വീട്ടിലുണ്ടായ കുഞ്ഞുങ്ങളുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ രണ്ടാൾ വലുതായിട്ടുണ്ട്. ഇവരൊരു ഡോഗിൻ്റെ കുട്ടികളാണ് കേട്ടോ. ഇവർ രണ്ടാളും ഇവര് വലിയവരാണ്. ഇവര് രണ്ടാളും ഒരു ഡോഗിൻ്റെ കുട്ടികളാണ്. പിന്നെ ഇവര് നാലാളും വേറൊരു ഡോഗിൻ്റെ കുട്ടികളാണ്. രണ്ട് ഡോഗാണ് അവിടെ വിറകുപുരയിൽ പ്രസവിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവരെയൊക്കെ ഒന്ന് പുറത്തേക്ക് കൊടന്താ. ഇവൻ നല്ല ഗുണ്ടനായിട്ടുണ്ട് കണ്ടാ, നല്ല ഉഷാറായിട്ടുണ്ട്. അവനെ ഈ വൈറ്റും ബ്ലാക്കും ഉള്ളതിന് അവൻ നല്ല ഉഷാറായിട്ടുണ്ട്. അതിൻ്റെ തുണയാണ് കേട്ടോ ഇവർ രണ്ടാളും ആൺകുട്ടികളാണ്. അതിൻ്റെ തുണയാണ് അവനും കുറേശ്ശെ നടന്നു തുടങ്ങിയിട്ടുണ്ട്. ഇവർ ചെറിയ കുട്ടികളാണ്. ഈ നാലാളിൽ മൂന്നാളും ആൺകുട്ടികളാട്ടോ. ഒരാളാണ് പെൺകുട്ടി, ഇവളാണ് പെൺകുട്ടി. ഇവർ മൂന്നാളും ആൺകുട്ടികളാട്ടാ. ഇവൻ ആൺകുട്ടിയാണ്. ഇവൻ ആൺകുട്ടിയാണ്. ഇത് പെൺകുട്ടിയാണ്. നോക്കട്ടെ. ഇതാണ് പെണ്ണ് കേട്ടാ. ഇത് പെണ്ണാണ്. അതുപോലെ ഇവൻ നല്ല വെയിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇവൻ ആൺകുട്ടിയാണ്. ഇതില് ഈ നാലാളില് മൂത്തത് ഇവനായിരിക്കും കേട്ടോ. അപ്പൊ നല്ല വെയിറ്റ് വന്നിട്ടുണ്ട്. ഇത് ചെറുതാ. ഇത് ആൺകുട്ടിയാണ്. ഇതാണ് പെൺകുട്ടി കേട്ടോ. തൊടല്ല അല്ല നഖം കൊള്ളരുത്. മൂത്രമൊഴിച്ച് ഉണ്ട്. ഇവ നല്ല ഉഷാറായിട്ട് ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. ഈ കുട്ടികളെ ഒക്കെ നമ്മൾ അഡോപ്ഷൻ ഉള്ളതാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു തുടങ്ങിക്കോട്ടെ. ഇവര് വലിയവരാണ്. അവൻ നല്ല ഉഷാറായിട്ടുണ്ട്. അവന് കളിക്കാൻ ഇപ്പോൾ ഒരാളെ വേണം. ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വെള്ളക്കുട്ടി ബോളുന്നാ പിടിക്കേ. ബോള് പിടിക്കും. ബോള് കളിച്ച പോണു. കളിക്ക ബോള് കളിക്കാം. അവനെ പറ്റി ചൊറിയാൻ പോയി. അപ്പോൾ ഇതാണ് ഉണ്ടായിട്ടുള്ള കുട്ടികൾ. 2 ഡോഗിലായിട്ട് 6 കുട്ടികളാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. 2 ആള് വലിയവര്, 4 ആള് ചെറിയ വേറെ ഡോഗിലുണ്ടായിട്ടുള്ളത് കേട്ടോ. ഇത് ഞങ്ങളുടെ നന്നു ആണ് കേട്ടോ. നന്നു കുട്ടികളെ കളിപ്പിക്കുകയാണ്. ഇവർ ആ വിറക് വരലാണ് ഇരിക്കാറ്. ഞങ്ങളിപ്പോൾ വിറക് വരൽ നിങ്ങൾ പുറത്തേക്ക് എടുത്ത് കൊടുത്തിട്ട് ഇവിടെ ഈ കാർ പോർച്ചിൽ വെച്ചതാണ്. അപ്പോൾ അവർ ഇങ്ങനെ പുറം ലോകം കാണുന്നത്, ഇവരൊക്കെ പുറം ലോകം കാണുന്നത് ആദ്യമായിട്ടാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരാറുണ്ട്, വെള്ളക്കുട്ടി. അപ്പോൾ നന്നുവിന് നല്ല സന്തോഷമായി കുട്ടികളെ കണ്ടപ്പോൾ. നന്നു കുട്ടികളായിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അവൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ കുട്ടികളെ കണ്ടപ്പോൾ. അതിലില്ല മെമ്മര അടുത്തേക്ക് തന്നെ പോവാ. ഞങ്ങളുടെ നന്നുവിന്റെ ശരിക്കുള്ള പേര് നദാനിയ എന്നാണ് കേട്ടാ. ഞങ്ങള് വിളിക്കാൻ നന്നു എന്നാണ്. നദാനിയ എന്നാണ് അവളുടെ പേര് കേട്ടാ. ഇവരെ തന്നെ കൊണ്ടുവയ്ക്കാണ് കേട്ടാ. ഈ രണ്ടാൾക്കാരെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആദ്യം കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാം. ഇവരെ കൊണ്ടുപോകണം കേട്ടോ ആദ്യം. എന്താ കളി. അവന് നല്ല സന്തോഷമായി. ഇനി ഇവരെ കൊണ്ടുപോകാം കേട്ടോ. അടുത്ത 2 ആളെ ഞാൻ കൊണ്ടുപോകണം കേട്ടാ. അവൻ നല്ല കളിയായിട്ടുണ്ട് കേട്ടാ. ഉണ്ട്. നന്നുവിനെ നല്ല ഇഷ്ടമായിട്ടുണ്ട് അവന്. നന്നുവിനായിട്ട് കളിക്കാൻ വരുന്നുണ്ട്. ഇല്ലേ, നന്നുവിനായിട്ട് കളിക്കാൻ വരുന്നുണ്ട്. പൊട്ടെല്ലാവർക്കും ഉണ്ട്. അച്ഛൻ്റെ പൊട്ടെല്ലാവർക്കും കിട്ടുന്നുണ്ട്. അവന് ആൾക്കാരായിട്ട് കളിക്കാനാ ഇഷ്ടം. ബോളല്ല അവന്റെ. കളിക്കും. അയ്യ പറയൊക്കെ അത് വാലാട്ടുണ്ട് കേട്ടോ അവരെ കാണുമ്പോ. ഒറ്റ പാവങ്ങളാ. ഞാൻ കൊണ്ടാക്കട്ടെ കേട്ടോ പറഞ്ഞ. നല്ല ഗമ്മുണ്ട് നമുക്ക്. അവൻ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കുട്ടികളെ കൊണ്ടുവച്ചിട്ട് വരാം കേട്ടോ. ഇവനൊരു പ്രത്യേകത ഇല്ല കേട്ടാ.
ആ ആ ആ സുമൂനിയാവും. വിടുവാ. ആ കുട്ടികളെ 4 ആളെ ഞങ്ങൾ കൊണ്ടുവച്ചു വിട്ടെ. ഇനിയിപ്പോൾ ഇവർ 2 ആളെ ബാക്കിയുള്ളൂ. ഇവൻ്റെ ആരുടെയെങ്കിലും കളിക്കാൻ കിട്ടണം. അപ്പോഴേക്കും ചൊറിഞ്ഞ ആ എല്ലാവരുമായിട്ട് അവൻ കളിക്കാൻ വരുന്നുണ്ട്. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വായോ. ഇടുവാ. ചൊറിച്ചില്ല. ഞാൻ ഇവനെ കൊണ്ടുപോയിക്കട്ടെ കേട്ടോ. ഇവരെ 2 ആളെയും കൊണ്ടുപോയിക്കട്ടെ. ഇനി ഇവരുടെ അമ്മമാരെ കണ്ടില്ല. ഇപ്പോൾ ഞാൻ കരുതി അമ്മമാർ കരുതി അമ്മമാർ എവിടേക്കോ പോയിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ കണ്ടു, ഇപ്പോൾ കാണാനില്ല. അപ്പോൾ നമ്മുടെ ഈ മക്കളെയും നമ്മൾ കൊടുക്കാനുള്ളതാട്ടോ. ഫ്രീ അഡോപ്ഷനാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഞാൻ നമ്മളെ അറിയിച്ചോട്ടോ. ആദ്യം ഈ മക്കളെ കൊടുക്കുക, അതിന് ശേഷമാണ് മറ്റേ കുട്ടികളെ കൊടുക്കുള്ളൂ. കാരണം ഇവർ വലുതായിട്ടുണ്ട്. ഇവർക്ക് ഇപ്പോൾ ഒരു 3 വീക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ കൊടുക്കാൻ റെഡിയാണ് കേട്ടോ. ഇവർ 2 ആളും. ആരൊക്കെ ആവശ്യമുള്ള വെച്ചാൽ ഞങ്ങളെ വിളിച്ചോളാം കേട്ടോ. അപ്പോൾ 4 കുട്ടികളെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവരെ വെക്കട്ടെ. എവിടെ അത് പപ്പ ഇവിടെ തട്ടിയതല്ലേ? ഞാൻ തട്ടിയതല്ല, അവിടെ പുറത്ത് അമ്മ വന്നിട്ടുള്ളതുകൊണ്ട്. ഇടുവാ. അവരാണ്ട് പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്. ഇതെവിടെ ഇവർ 2 ആൾ അവിടെ ഇരിക്കുന്നു കേട്ടോ. ചകിരിമേലാണ് ഇവർ. മറ്റേ 4 ആൾ അവിടെ ഉണ്ട്. കണ്ടില്ലേ? 4 ആൾ അവിടെ ഉണ്ട്. അവർ അങ്ങോട്ട് പുറത്തേക്ക് കടക്കാൻ നോക്കുകയാണ്. അവിടെ ഷീറ്റൊക്കെ വെച്ച് മറച്ചിട്ടുണ്ട് ഇളയപ്പൻ. അപ്പോൾ അവരുടെ അമ്മ അവിടെ വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതാണ് അവർ ഒച്ച ഉണ്ടാക്കണം. അതോ വിശന്നിട്ടാണോ എന്നറിയില്ല. ഇവരിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവർ 2 ആളും. ഇവർ വലിയവന്മാരായിട്ടുണ്ട്. മറ്റൊരു കുട്ടികളാണ്. കണ്ടില്ലേ? ഇപ്പോൾ എല്ലാവരും ഈ ചകിരിയിലാണ്. ഇവിടെ പാലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഒരു പാത്രത്തിൽ പാലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് കുടിച്ചിട്ടുണ്ട്. മിൽമ പാൽ ചൂടാക്കിയിട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ 4 ആളുടെ അടുത്തേക്ക് ഇതാ മറ്റും പോകുന്നു. ഇവരെല്ലാം ഈ ചകിരിയുടെ കളറായതുകൊണ്ട് ശരിക്കും നമുക്ക് മനസ്സിലാവണില്ല കേട്ടോ. അവർ നടക്കുമ്പോൾ കാണുന്നുണ്ട്. ഇവനെ പെട്ടെന്ന് അറിയാം. ഇവനെന്തോ ഒതുങ്ങിയിരിക്കണേ. നീ എന്തോ ഒതുങ്ങിയിരിക്കണേടാ. കുറുമ്പ. ഇവനാണ് ഏറ്റവും വലിയ കുറുമ്പട്ടാ. ഇവരിൽ ഏറ്റവും വലിപ്പം ഇവൻ തന്നെയാണ്. ഇങ്ങോട്ട് പോരെ. എന്നാ അങ്ങോട്ട് പോവല്ലേ നീ. ഇങ്ങോട്ട് ആ കുട്ടി അങ്ങോട്ട് ഇറങ്ങാൻ നോക്കുകയാണ്. ഇങ്ങോട്ട് പോരെ. അങ്ങോട്ട് ചാടല്ലേ. ഞങ്ങളിവിടെ തറവാട്ടിൽ വന്നപ്പോൾ ഇവിടെ ചക്ക ഇപ്പോഴും കണ്ടമാനുണ്ട് കേട്ടോ. മഴയായി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പ്ലാവ് നിറച്ച് ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങളൊരു കഷ്ണം വെട്ടിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെട്ടുകയാണ് കേട്ടോ. പഴുത്തുണ്ടോയെന്ന് അറിയില്ല. ആരാ വെട്ടാറ്? വെട്ടണ ആളാണ് ഈ ഇരിക്കണേ. പനി പിടിച്ചിട്ട് ഇരിക്കുകയാണ് ലില്യ മാമ. അതെയാ, പേപ്പർ വെട്ടൂലേ? ചക്ക വെട്ടി എടുത്തിട്ടുണ്ട്. ഇതാ പഴുത്തിട്ടില്ല. നല്ല മൂത്തുണ്ട്. പുളിപ്പായുണ്ട്. നല്ല മൂത്തിട്ടുണ്ട് കേട്ടാ. അപ്പോൾ ഒരു കഷ്ണം ഞങ്ങൾ കൊണ്ടുപോകണം ഇതിലത്തെ. ഒരു കഷ്ണം എടുത്തിട്ട് പുളിയായിട്ടുള്ള പഴുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു പുളിയായിട്ടുള്ള നാളേക്ക് പഴുക്കും. പിന്നെ മഴ പെയ്തതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട് കഴിക്കുമ്പോൾ. അപ്പോൾ ശരി, ഞങ്ങളിത് കൊണ്ടുപോകട്ടോ വീട്ടിലേക്ക്. ഇതാണ് കേട്ടോ വിറക് വര. ഈ വിറക് വരയുടെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികളുള്ളത്. എന്താണ് അതിൻ്റെ ഡോറ്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അവർ അമ്മമാർ ആ സൈഡിൽ കൂടെയുള്ള ഗ്യാപ്പിൽ കൂടെയൊക്കെ വന്നിട്ടാണ് അവർക്ക് പാല് കൊടുത്ത് പോണത് കേട്ടോ. കാരണം ഇവിടെ തുറന്നിട്ടാലേ കുട്ടികളൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി.
നമ്മുടെ വെള്ളക്കുട്ടിയൊക്കെ പുറത്തേക്ക് തുടങ്ങി. അമ്മ അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഇളയപ്പൻ്റെ ചെടികൾ കൊണ്ട് ഇവിടെ കുറേ ഇളയമ്മയുള്ള ചെടികളാണ്. ഇളയമ്മയുള്ള ഇപ്പോൾ ഉണ്ടാക്കിയ ചെടികളാണ്. ഇപ്പോൾ പിന്നെ ഇളയപ്പനാണ് അതിൻ്റെ ടേക്ക് കെയർ. കുറേ ചെടികളുണ്ട്, കുറേ ഓർക്കിഡുകളൊക്കെ ഉണ്ട് അവിടെ, പലതരത്തിലുള്ള ഓർക്കിഡുകൾ. അവിടെയൊക്കെ ഓർക്കിഡുകൾ ഇരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ഇതാണേട്ടോ ഞങ്ങളുടെ തറവാട് വീട്. ഇപ്പോൾ ഇവിടെ ആരും താമസിക്കണില്ല, അതുകൊണ്ട് ഈ ഡോഗ് ഇപ്പോൾ ഇവിടെ തന്നെ സ്ഥിരം കിടക്കുന്നത്. ഇവനാണ് ആ കുഞ്ഞുങ്ങളിലൊക്കെ അച്ചട്ടാ. ഞങ്ങളുടെ മണിക്കുട്ടിയുള്ള കുഞ്ഞുങ്ങളിലെ അച്ഛൻ ഇവൻ തന്നെയായിരുന്നു. ഇതപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ പതുക്കെ എണീറ്റ് പോകുന്നുണ്ട്. ഇവൻ നല്ല ഹൈറ്റും നീളമൊക്കെ ഉള്ളൊരു ഡോഗാണ്. അപ്പോൾ ഇവനാണ് ഇപ്പോൾ നമ്മൾ കാണിച്ച എല്ലാ കുട്ടികളിലെയും അച്ഛൻ ഇവൻ തന്നെയാട്ടാ. 2 കുട്ടികളെ ആദ്യം കാണിച്ചതും പിന്നെ ചെറിയ കുട്ടികൾ 4 ആളും അവരൊക്കെ അച്ഛൻ ഇവനാണ്. കുട്ടികളുടെ അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ ഒരു പടവലത്തിൻ്റെ ഒരു ചെടി ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഇത് 2-3 ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനിവിടെ ഒരു തൂക്ക് വെയിറ്റ് കെട്ടിയിട്ട് കൊടുക്കണം, എന്നാലേ താഴേക്ക് വരുള്ളൂ. ഇതിന് വെയിറ്റ് കെട്ടിയിട്ടുണ്ട്. ഇതിന് വെയിറ്റ് കെട്ടിയപ്പോൾ ഭാരം കൂടിയുന്നുണ്ട്. ഓക്കെ, ഇതാണ് കേട്ടോ എൻ്റെ പടവലം. കയ്പ ഉണ്ടായിരുന്നു ഇതിൽ. കയ്പക്കായ ഇതിലുണ്ടാവാറുണ്ട്. പാവയ്ക്കാട്ടാ. കയ്പ എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ ചിലപ്പോൾ പാവക്ക എന്നൊക്കെ പറയാം. കേരളത്തിൽ പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുക. ഇതാണ് ഞങ്ങളുടെ തറവാട് വീടിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ. ഇവിടെയൊക്കെ പുല്ല് വന്ന് കാട് പോലെയായി. ഞങ്ങൾക്കിവിടെ മിളകുണ്ടായിരുന്നു. ഇപ്പോൾ മഴ വന്നപ്പോൾ എല്ലാം പോയി. പിന്നെ ഇപ്പം അങ്ങനെ ശ്രദ്ധിക്കാറുമില്ല. ഞാൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരാറുള്ളൂ. ഇത് മഞ്ഞളാണ് കേട്ടോ. ഇതൊക്കെ മഞ്ഞളാണ്. അതിൻ്റെ ഉള്ളിൽ ഇഞ്ചി ഉണ്ട്, കണ്ടില്ലേ? ഇത് ഇഞ്ചിയാണ്. ഇത് മഞ്ഞളാണ്. അത് വഴുതനങ്ങ അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. വഴുതനങ്ങ ഉണ്ടല്ലോ. വഴുതനങ്ങ 2-3 തൈകൾ കായകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ചെറുതാണ്, കുരുടിച്ച പോലെയൊക്കെയാണ്. പൊട്ടിക്കാറായിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. വളരെ ചെറുതാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് വാഴകളൊക്കെ ഉണ്ട് കേട്ടോ. വാഴ ഒരു കായക്കൊല ഇവിടെ വെട്ടാറായിട്ടുണ്ട്. ഇതൊരു കശുമാവിൻ്റെ തയ്യ്. ഇവിടെ ആകെ പുല്ലാണ്. ഇത് കടക്കാൻ പേടിയാണ്. അത്രയ്ക്കധികം പുല്ലുണ്ട്. ഇവിടെ ഒരു കായക്കൊല വെട്ടാറായിട്ടുണ്ട് കേട്ടോ. വെട്ടാറായിട്ടുണ്ട്. നല്ല മൂത്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ വെട്ടും ഞങ്ങൾ. നല്ലൊരു കൊലയാണ്, ചെറിയ കൊലയാണ്, എന്നാലും നല്ല തുടം വന്നിട്ടുണ്ട് കായ്ക്കൊക്കെ. നിങ്ങളുടെ ഒരു മുട്ടപ്പഴം ഉണ്ടാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. അതിന് നിറച്ച് മുട്ടപ്പഴം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉണ്ടായിട്ടില്ല, അത് ഉണ്ടാവേണ്ട സമയമാവുന്നുള്ളൂ. നല്ലൊരു ചെടിയാണ്, നിറച്ച് മുട്ടപ്പഴം ഉണ്ടാവും കേട്ടോ. ഇതിന് ചോപ്പാ ഇതേപോലെ പക്ഷെ അതിന് വളരെ 2-3 കുത്തോളം ഇവനൊരു പൊട്ടുണ്ട്. ഇതുപോലത്തെ പൊട്ട് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ചെറിയ കുട്ടിക്കാ ഇറങ്ങട്ടത് വണ്ടി വന്ന് ഇറങ്ങട്ടെ. എന്താ പ്രശ്നം ഉണ്ടായി? എന്താ പ്രശ്നം ഉണ്ടായി? നമ്മുടെ സുന്ദരി മണിക്കുട്ടിയാണ് കേട്ടാ.
പിന്നെ അതാ ചെറിയ കുട്ടി ഇന്ന് പകൽ തന്നെ കയറി വന്നിട്ടുണ്ട്. സാധാരണ അവൾ പകൽ കയറി വരാറില്ല. ഇന്ന് മഴയുണ്ട്. മഴ ആയതുകൊണ്ടാണ് അവൾ കയറി വന്നതെന്ന് തോന്നുന്നുണ്ട്. ഇതാ മണിക്കുട്ടി നമ്മളിങ്ങനെ പിടിക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഹാങ്ങിങ് ചെടികൾ. ഇതാണ് ഞങ്ങൾ അന്നൊരു ദിവസം പറഞ്ഞിരുന്നില്ലേ, നമ്മുടെ മധുരക്കിഴങ്ങാണത്. മധുരക്കിഴങ്ങിൻ്റെ വയലറ്റ് കളറിലുള്ള മധുരക്കിഴങ്ങ്. അത് ചട്ടിയിൽ വെച്ചിട്ടുള്ളതാണ്. നല്ല ഭംഗിയില്ലേ കാണാം. ഇതൊക്കെ വേറെ ഹാങ്ങിങ് ഫ്ലവേഴ്സ്, ഹാങ്ങിങ് പ്ലാന്റുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. ഇത് ഞങ്ങളുടെ ഒരു പന, അപ്പുറത്തുണ്ട് അതുപോലൊരു പന. നിങ്ങൾക്ക് കുറച്ച് വാഴകളൊക്കെ ഉണ്ട്. ഇങ്ങനെ മുറ്റത്തൊക്കെ വാഴകളുണ്ട് കേട്ടോ. റംബൂട്ടാൻ്റെ മണിക്കുട്ടി ഇതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. റംബൂട്ടാൻ്റെ 2 ചെടികളുണ്ട്. തയ്യകളാണ്, കായ്ച്ചിട്ടില്ല. പിന്നെ മാവുണ്ട്, ഇവിടെ ഒരു മാവുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മുറ്റത്തുള്ള സാധനങ്ങൾ. ഈ ഹാങ്ങിങ് പ്ലാന്റ് കാണിച്ചു. ഇവിടെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. പന, ഇത് വേറൊരു പന. മണിക്കുട്ടിൻ്റെ ഒപ്പം വരുന്നുണ്ട് കേട്ടോ. ഞാൻ നടക്കുന്നിടത്തേക്ക് മണിക്കുട്ടി വരുന്നുണ്ട് കേട്ടോ. മണിക്കുട്ടി നല്ല കുട്ടിയാണ് കേട്ടോ, സുന്ദരി കുട്ടിയാണ് കേട്ടോ. ഞാൻ നടക്കുന്നിടത്തേക്കൊക്കെ മണിക്കുട്ടി വരുന്നുണ്ട്. ഇവിടെ ഒരു മാവും തൈ ഇങ്ങോട്ട് തൂങ്ങി നിൽക്കുന്നു, അത് കാണിക്കാം. ഇതൊരു മാവിൻ്റെ ചില്ലിയാണ് കേട്ടോ. ഞങ്ങളുടെ കാർ പോർച്ചിനോട് ചേർന്നിട്ട് ഒരു മാവിൻ്റെ ചില്ലിയുണ്ട്. ഇവിടെ ഇലയൊക്കെ കേടായി ഒരു ചെടിയുണ്ട്, ഇലയൊക്കെ കയറിപ്പോയിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു ചെടിയുണ്ട് കേട്ടോ. അത് ഇവിടെ എല്ലാം വെക്കുന്നതാണ്, നീക്കി വെക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ ആർക്കൊക്കെ ആവശ്യമുള്ള വെച്ചാൽ ഞങ്ങളെ വിളിച്ചോളെ. നമുക്ക് കേരളത്തിലെ എല്ലായിടത്തേക്കും അത് എത്തിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തരാം. അതുപോലെ തന്നെ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു. ചെടികളാണ്.